കയറിയിട്ട് മണ്ടത്തിലൊന്നും കാണിക്കരുത്. ഇത് കയറണമെങ്കിൽ ഇച്ചിരി ട്രിക്കിന്റെ ആവശ്യമുണ്ട്. ശ്രദ്ധിച്ചോണം കേട്ടോ. നീങ്ങ മാറട, ഞാൻ കയറാം. നടക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവരെ എന്റെ കൈ പിടിച്ചങ്ങോട്ട് കേറിക്കോ. നിന്നോടാരാ എന്റെ കൈ പിടിച്ച് വലിക്കാൻ പറഞ്ഞു? അവന് കയറാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ പിടിച്ച് കയറാൻ പരാജയപ്പെട്ടത്. നിന്റെയൊക്കെ ഈ പിത്തത്തടിയും വെച്ചോണ്ട് ഈ മതിൽ കയറാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യണം? ഒരു കാര്യം ചെയ്, നിങ്ങൾ കയറ്. ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് തരാം. കേറിക്കോ. അവിടെ പോയി കയറ. എടാ എന്റെ മുതുകത്തി അവിടെ കയറാൻ. നിനക്ക് എന്താ ആരോഗ്യം ഇല്ലടാ. ഒരുമാതിരി കോപ്പിലെ പരിപാടി കാണിക്കുന്നത് കേട്ടോ. നീ എന്താ കാണിച്ച? ചേട്ടാ എനിക്ക് പൊങ്ങാൻ പറ്റുന്നില്ല. പൊങ്ങാൻ പറ്റില്ല പിന്നെ എന്റെ മുതുകത്ത് കയറിക്കണത് എന്റെ കൊല്ലാനോ? നീ ഒരു കാര്യം ഒന്നിരിക്കേ. എടാ ഈ മതില് നല്ല ഹൈറ്റാ, കേറാൻ പറ്റുന്ന എനിക്ക് തോന്നല്ലേ. എന്നാലേ നമ്മളിങ്ങോട്ട് പോരുന്ന വഴിക്ക് ഒരു പൊക്കം കുറഞ്ഞ മതിൽ ഞാൻ കണ്ടായിരുന്നു. നമുക്ക് അവിടെ പോയി കയറിയാലോ? പറയുന്നേട്ടാ, ഇട നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് കയറാൻ പറ്റില്ലെങ്കിലാ. ഞാൻ പറഞ്ഞ കൂടിപ്പോ നമുക്ക് ഈ മതിലല്ലേ കേറണ്ടേ. കേറാ ഇത്രയുള്ള കാര്യം സിമ്പിളാണ്. പറഞ്ഞു മനസ്സിലാവണെന്ന് പറഞ്ഞ കേറി. എല്ലാത്തിനും എന്റെ സഹായം ഈ തടീനെ കൊണ്ട് കേറങ്ങട്ട് എളുപ്പം കേട്ട ഞാനുള്ളതുകൊണ്ട് നീയൊക്കെ രക്ഷപ്പെട്ടു. നമ്മളെല്ലാവരും കേറിപ്പറ്റി കേട്ടാ. അപ്പോ ഇനി ഓരോ ചുവടും ശ്രദ്ധിച്ചു വേണം. ഓക്കെ, ഞാൻ പറയാം. വേഗം വേഗം പാടാ. ചുറ്റോട്ടത്ത് ആരുമില്ല. എടാ സുധി, അയാളാരെ കൊന്നിട്ടൊക്കെ. അയ്യോ എടാ ഓടിക്കോ ഓടിക്കോ. ഞങ്ങളല്ല സ്വർണ്ണ പണം എടുത്തത്. നിങ്ങൾ തന്നെ അതെല്ലാം എടുത്തത്. ഇപ്പൊ അയാളെ കൊന്നത് നിങ്ങൾ. ഹലോ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. നിങ്ങൾ എന്തിനാ ഞങ്ങൾ ചെയ്ത കുറ്റമൊക്കെ ഞങ്ങളുടെ തല എടുത്തു വെക്കുന്നേ? ഞാൻ ചോദിച്ചത് എനിക്കുള്ള ക്യാഷ് എപ്പ തരുമെന്നാ. ഞങ്ങളുടെ കയ്യിലില്ലാത്ത ഞങ്ങൾ എവിടെ നിന്ന് എടുത്തു തരാനാ? ഞങ്ങളുടെ കയ്യിലില്ല. അപ്പൊ ക്യാഷ് തരാൻ നീ ഒന്നും തയ്യാറല്ല അല്ലേ? എങ്കിൽ അനുഭവിക്കാൻ റെഡി ആയിക്കോടാ. ഹലോ ഹലോ ഹലോ. എനിക്ക് വയ്യ. എടാ നമ്മള്
എന്തവിടെ നിർത്തിയത്? നമ്മുടെ ഈ പോക്ക് ശരിയല്ലടാ. ഇങ്ങനെ പോയാ നമ്മൾ 3 പേരും പെടും. ഓരോ ദിവസം കഴിയും തോറും പ്രശ്നങ്ങൾ കൂടിക്കൂടി വരിക. ഞാൻ പോവാടാ. എങ്ങോട്ട്? ഞാൻ തിരിച്ച് കൽക്കട്ടയ്ക്ക് തന്നെ പോവാ. ഞാനൊരു പ്രശ്നത്തിൽപ്പെട്ടെന്നെങ്ങാനും എൻ്റെ ചേട്ടൻ്റെ ചെവിയിലെത്തിയ പിന്നെ അത് മതി അയാൾക്ക് കൈയൊട്ടിച്ചിരിക്കാൻ. ഇനി അയാളുടെ മുന്നിൽ തോക്കേണ്ടി വന്നാ പിന്നെ ഞാനില്ലടാ. ഞാൻ പോയിക്കോട്ടടാ. ശരിയാ 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 നീ പറഞ്ഞത്. പോയിക്കോ. അപ്പൊ നിങ്ങള്? ഞങ്ങളെവിടെ പോവാനാ? എടാ നിങ്ങളും വള എൻ്റെ കൂടെ. കൽക്കട്ടയ്ക്കോ? ഹേയ് വേണ്ടടാ, നീ പോയിക്കോ. വരുന്നെന്തായാലും ഞങ്ങൾ അനുഭവിച്ചോളാം. നീ പേടിക്കണ്ട. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരിക്കലും ഒരിടത്ത് നിന്റെ പേര് ഞങ്ങൾ വലിച്ചഴക്കില്ല. നീ പോയിക്കോ. നീ പോയിക്കോടാ. എന്നാ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ കയറ്, ഞാൻ വീട്ടിലാക്കാം. വേണ്ടടാ, ഇവിടെ അടുത്തല്ലേ, ഞങ്ങൾ നടന്നു പോയിക്കോളാം. ചെല്ല്. Hello. Get up, man. Hello. Hello. എഴുന്നേൽക്ക്. Come on. Get up. എന്താ പറ്റിയേ? എടാ എന്താ കാര്യം പറ. എന്തിനാ നീ കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയത്? എടാ എന്താ ചേട്ടായി? എന്താ നീ വല്ല സ്വപ്നം കണ്ടോ? കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് കിടക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാ. ചേട്ടായിക്ക് കുടിക്കാൻ വെള്ളം വേണോ? ഓ, വെറുതെ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. ചെല്ലേ ദേ, എന്റെ മോൻ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് പോയി കിടക്ക. നീയും പോയി കിടന്നു. നോക്കണ്ട. അതെങ്ങനാ? കഴിക്കണ്ടെന്ന് വിചാരിച്ചാലും ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് കഴിപ്പിക്കല്ലേ? ഓ, നിങ്ങൾ ഇപ്പൊ എഴുന്നേറ്റില്ലായിരുന്നെങ്കിലോ മനുഷ്യ. എന്തായാലും എഴുന്നേറ്റ് പോയില്ലേ? ആ ലൈറ്റ് ഓഫ് ചെയ്യും മനുഷ്യ. എനിക്ക് KSEBിലല്ല ജോലി. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ തന്നെ കിടക്കാം. ഹലോ. ഈ അസമയത്ത് വിളിച്ച് ബുദ്ധിമുട്ടിച്ചതിൽ സോറി. ഞാൻ പറഞ്ഞ ക്യാഷ് തരാൻ നിങ്ങൾ തയ്യാറല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ തീർത്ത് പറയുന്നതിന് മുമ്പ് പുറത്തരമുതലൊരു മെമ്മറി കാർഡ് ഇരിപ്പുണ്ട്. അതിൻ്റെ അകത്തുള്ള വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് തീരുമാനിക്കും ഞാൻ പറയുന്നത് ചെയ്യണോ വേണ്ടയോ.
ഈ ഒരൊറ്റ തെളിവ് മതി അവന് നമ്മളെ 3 പേരെ അകത്താക്കാൻ. അങ്ങനെ അകത്താകാതിരിക്കണമെങ്കിൽ അയാൾ പറഞ്ഞ പള്ളിയിലെ പൊന്നും കുരിശെടുത്ത് അയാളുടെ കയ്യിലെത്തിക്കണമെന്നാ പറഞ്ഞിരിക്കണേ. ഇതിപ്പോ കിഷോർ പറഞ്ഞ പോലെ ഓരോ ദിവസം കഴിയും തോറും പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് രാത്രി കാലമാടന്റെ വീട്ടിൽ കിടന്നുറങ്ങി വെള്ളമടിച്ച സമയത്തിന് നമുക്ക് തന്നെ മോഷ്ടിച്ചാൽ മതിയായിരുന്നു. അതാവുമ്പോ ഇടക്കിടക്ക് ഫോണിൽ വിളിക്കുന്നവനെ അതെടുത്ത് കൊടുത്താൽ മതിയായിരുന്നു. ഡാ വാ എഴുന്നേൽക്ക്. പൊന്നും കുരിശെങ്കി പൊന്നും കുരിശ്. എടാ നീ എന്ത് ഈ പറയണത്? പള്ളി കയറി പൊന്നും കുരിശെടുക്കാനാ? എടാ അതല്ല നമ്മുടെ മുമ്പിൽ വേറൊരു മാർഗമില്ല. നീ വാ.